ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എ ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് എങ്ങനെ ഞാൻ 1 മന്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ എത്തിച്ചു എന്നുള്ളതാണ്. സോ എല്ലാവരെ പോലെ തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രീം ആയിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് എത്താന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ എങ്ങനെയെങ്കിലും വന്നോട്ടെ, പക്ഷെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹം തന്നെയാണല്ലേ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വൈസിലാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് എന്തെല്ലാം ചെയ്യണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസിലാണ്. ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നല്ല, ഈ ഒരു കുറഞ്ഞ മാസത്തിനുള്ളിൽ ഉണ്ടായ എക്സ്പീരിയൻസ് വൈസിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്ത മിസ്റ്റേക്സും അതുപോലെ തന്നെ നിങ്ങളത് ചെയ്യാതിരിക്കാനും കൂടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പറയുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കീപ്പ് വാച്ചിങ്. ഒരു നോട്ട്ബുക്കും പെയിനൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാൻ ഞാൻ പോയിന്റ്സ് പറയുന്നതായിരിക്കും ഇടയിലായിട്ട്. അങ്ങനെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലെ പ്ലാനിങ് ചെയ്യും, എന്തെല്ലാം ചെയ്യണം. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത് ഇന്നലത്തെ കാര്യങ്ങൾ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നോട്ട് ചെയ്യാണ്. ദെൻ അതിനുശേഷമാണ് പ്ലാനിങ് ഒക്കെ. ദെൻ ഇത് ആക്ച്വലി എനിക്ക് ഹേസ പോകുമ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഡെസ്കിൽ വെക്കാനായിട്ട് അവളുടെ ഫേവറേറ്റ് ടോയ്സിൽ നിന്ന് എനിക്കൊന്ന് എടുത്തു തന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, എന്തോ കൈൻഡ് ഓഫ് ക്യൂട്ടിലെ. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഓവർ ടൈമില്ല, ബിക്കോസ് ക്ലാസ് ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ടൈം മാനേജ് ചെയ്യാൻ. രാവിലെ തന്നെ നല്ല പുട്ടും കടലയായിരുന്നു. പിന്നെ പപ്പടം മസ്റ്റാണ്, പുട്ടിന് കറിയില്ലെങ്കിലും എനിക്ക് പപ്പടം മസ്റ്റാണ്. അങ്ങനെ നമ്മൾ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ ചെയ്തത്. Now let's talk about YouTube growth. ലൈക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി കോണ്ടന്റ്. അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കും. പറഞ്ഞ കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ക്ലാസ് കഴിഞ്ഞ് അതിന് തിരിച്ച് വരുമ്പം എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ ബൊക്ക ഉണ്ടാക്കാനുള്ള ഫ്ലവേഴ്സിൻ്റെ പർച്ചേസിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എഗെയിൻ അതിന് ശേഷം ഞാൻ നേരെ പോയിട്ടുള്ളത് അടുത്തുള്ള ഒരു ജനറൽ സ്റ്റോർ ഉണ്ട്. കംപ്ലീറ്റ് ക്രാഫ്റ്റ് സപ്ലൈസും അതുപോലെ തന്നെ എല്ലാ ക്രാഫ്റ്റ് മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ പോകുമ്പോഴൊക്കെ ആവശ്യത്തിന് സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും പക്ഷെ തിരിച്ച് വരുമ്പോൾ ആവശ്യമില്ലാത്ത എന്തെല്ലോ വാങ്ങിക്കും. എസ്പെഷ്യലി ഈ ടു ഡു ലിസ്റ്റും അങ്ങനെയുള്ള ഈ ഒരു ക്യൂട്ട് സ്റ്റേഷനറി കാണുമ്പോൾ എങ്ങനെ പോയാലും എൻ്റെ കണ്ണ് അതിലേക്ക് തന്നെ പോവുള്ളൂ. അങ്ങനെ അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ, കാരണം ഈവനിങ് കൊടുക്കാനുള്ളതാണ്. അപ്പം വേഗം അവിടുന്ന് അത്ര ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. സാധനം വാങ്ങിച്ച് നേരെ ഇറങ്ങി വരുന്ന വഴിക്ക് ഓറഞ്ച് കണ്ടപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഡയറക്റ്റ് വീട്ടിൽ പോയിട്ട് അതെല്ലാം ഓർഗനൈസ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. Now let's talk about the consistency. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഈ കൺസിസ്റ്റൻസി മീൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ദ തിങ് ഈസ് ഞാൻ അന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രസ്റ്റിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും പക്ഷേ അതൊരു വൃത്തിയിൽ മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ പിന്നെ അത് ലാഗാക്കി വിട്ട് ഒരു വ്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഫീൽ ഉണ്ടാവില്ലേ, മതി ഇതൊന്നും ശരിയാവത്തില്ല എന്നുള്ള അങ്ങനെ ഒരു ഫീല് വന്നിട്ട് അവിടെ ചടച്ചിട്ടതായിരുന്നു. ദെൻ എഗെയിൻ അതിനൊരു റീബർത്ത് എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ആഫ്റ്റർ 1 ഇയർ. അതായത് ഞാൻ ജസ്റ്റ് ഓരോ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് കുഞ്ഞു ട്യൂട്ടോറിയൽസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിലും എനിക്ക് അത്ര മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഐ മീൻ വ്യൂസ് ഒക്കെ വളരെ കുറവന്നായിരുന്നു ആസ് യൂഷ്വൽ. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഓരോന്നായിട്ട് പ്ലാൻ ചെയ്തു, എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് എല്ലാം ചെയ്ത് ഡേ മിസ്സാക്കാതെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിച്ചു. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഹൈ ക്വാളിറ്റിയിലായിരിക്കാൻ നോക്കുക. ഗുഡ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചില്ലറ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ത്രൂ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പം 2K തന്നെ അത് സേവ് ചെയ്യാൻ നോക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിലൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. സോ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഒരു ഹൈ ക്വാളിറ്റി കോണ്ടന്റ്, എൻഗേജിങ് കോണ്ടന്റിൽ വരുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് പോയിന്റ്, ഒപ്റ്റിമൈസ് ഫോർ ഡിസ്കവറബിലിറ്റി. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സും ടൈറ്റിൽസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളത്. ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും ടൈറ്റിൽസിലാണെങ്കിലും നല്ല റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്യാൻ നമ്മൾ നോക്കണം. അതേപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നാണ് തംബ്നെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമല്ല, അത് മാക്സിമം നമ്മൾ അട്രാക്റ്റീവ് ആക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ട്രൈ ചെയ്യാന്നുള്ളതാണ്. ക്രിയേറ്റീവ് ആയിട്ട് ഒരു അറ്റൻഷൻ ക്രാബിങ് ടൈറ്റിൽസ് ഒക്കെ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഓവർ കുത്തി നുറയ്ക്കാത്ത, കാണുമ്പം ആളുകൾക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കാം.
അതുപോലെ തന്നെ ഏതൊരു വീഡിയോയിലും നമ്മളെ വ്യൂവേഴ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇഫ് യു ലൈക്ക് ദിസ് കോണ്ടന്റ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും എല്ലാ വീഡിയോസിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് പ്രൊമോട്ട് ഓൺ സോഷ്യൽ മീഡിയ. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അത് പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് അക്കൗണ്ടിലും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും അങ്ങനെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്സിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ ബൊക്ക മേക്കിംഗ് ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുളിയൊക്കെ കഴിച്ചു. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ദിസ് ആക്ച്വലി എനിക്ക് സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് കിട്ടിയ PR ആണ്, സെക്കൻഡ് PR ആണ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് അതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. കുറേ ഒന്നും ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിൽ നിന്നൊക്കെ കിട്ടാന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ പൊക്കൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ടൈം ഓൾമോസ്റ്റ് 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഡെലിവറി ചെയ്യണമായിരുന്നു, കേക്കും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഹെൽത്തൊന്നും എനിക്ക് തീരെയില്ല, നല്ല ടയേർഡായി. ഒന്നാമത് ക്ലാസ് കഴിഞ്ഞ് നേരെ വന്നിട്ട് ഇതിനാണ് ഇരുന്നത്. അപ്പം അതിനുള്ള ഒന്നിനും ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നേരെ ഞാനത് ഉപ്പനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു നല്ലൊരു ബ്രേക്ക് തന്നെ എടുത്ത് കുറച്ച് നല്ല റെസ്റ്റ് എടുത്ത് ഫോണിലൊക്കെ കളിച്ച് പിന്നെ പോസ്റ്റും കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് പിന്നെ ടൈം ഓൾമോസ്റ്റ് 5:30 ആയിട്ടുണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഈസ് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. അതായത് നിങ്ങളുടെ ഓഡിയൻസിനായിട്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുക. ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. കമൻസ് ത്രൂ ആണെങ്കിൽ അപ്പം ഓരോ കമൻസ് ഉണ്ടാവും, അതിനൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കൊടുക്കുക, റിപ്ലൈ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ ആ സ്വിസ് ബ്യൂട്ടീൻ്റെ PR ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള സ്റ്റോറിയും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ അപ്പം തന്നെ കഴിച്ചു ഞാൻ, പിന്നേക്ക് വെച്ചിട്ടില്ല. അപ്പോഴേക്കും ടൈം മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ഞാനൊരു സ്വീറ്റ് കോൺ വിത്ത് ഒരു ചീസേനും പ്ലാൻ ചെയ്തത്. പക്ഷേ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് മാറിപ്പോയി. അതാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന പാന് മാറിയത്. ഞാൻ അരിപ്പൊടി എടുത്തു പോയി പകരം. അപ്പം ഞാൻ എന്താക്കി വേറെ പാന് മാറ്റിയിട്ട് കുറച്ച് ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ആക്കി എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ടൈം ഓൾമോസ്റ്റ് 6:45 ആയിട്ടുണ്ട്. നാളേക്കുള്ള പ്ലാനിങ് ചെയ്യാമെന്ന് കരുതി. ഒന്നുകൊണ്ടല്ല, ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പ്ലാനിങ്ങൊക്കെ രാവിലെയാണ് ചെയ്യാറ്. ബട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഡേയ്സ് ആയിട്ട് അങ്ങനെ ടൈം കിട്ടാറില്ല. രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുന്നെയാണ് ചെയ്യുന്നതെങ്കിലും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വാട്ട് ഐ ഡിഡ് ഈസ് ഞാൻ രാത്രി തന്നെ പ്ലാൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഷൂട്ടിനുള്ളതും കുറച്ച് കോണ്ടന്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു, റെഫർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. Now let's get back to our YouTube group. That is നമ്മളെ ലാസ്റ്റ് പോയിന്റ് ആണ് ട്രാക്ക് ആൻഡ് ഇംപ്രൂവ്. അതായത് നിങ്ങളുടെ അനാലിറ്റിക്സിനെ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്നത്, ഏതാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത്, ഏതാണ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന്. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഓരോ റീച്ചും അതുപോലെ തന്നെ അതിൻ്റെ അനാലിറ്റിക്സ് നന്നായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുക. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എന്തൊക്കെയാണോ വരുത്തേണ്ടത് അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുക. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡെയിലി പോസ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഷോർട്സ് ഞാൻ മുടക്കാതെ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയുള്ളതെല്ലാം നോട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇപ്പോൾ ചിലതിൽ അത്ര വ്യൂസ് ഇല്ല, അത് പെർഫോം ചെയ്യാത്തത് ഏതാണോ അങ്ങനെയുള്ള ടൈപ്പ് കോണ്ടന്റ് ഞാൻ നിർത്തി. എന്നിട്ട് ഏതാണോ എനിക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെയും ആ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് തന്നെ പോസ്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. റൂം മേക്ക് ഓവർ ആയിരുന്നു എൻ്റെ ആക്ച്വലി വൺ ഹിറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ആ ഒരു മന്തിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി കമ്മിങ് ആയിരുന്നു. ബിക്കോസ് ആ ഒരു ഒക്ടോബർ മന്ത് ഞാൻ വേണമെങ്കിൽ എൻ്റെ അനാലിറ്റിക്സ് ഇവിടെ കാണിക്കാം. എനിക്ക് ഒക്ടോബറിലാണ് ഞാൻ പോസ്റ്റൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വന്നത്. സെപ്റ്റംബറിലാണ് ഞാൻ പോസ്റ്റ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഗ്രോത്ത് റിസൾട്ട് എൻ്റെ അനാലിറ്റിക്സിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു എക്സ്ട്രീം ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഒരു മാസീവ് ഗ്രോത്ത്. ആ ഒരു ഫ്ലോ ചാർട്ടിൽ തന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് തന്നെ നല്ല വൃത്തിയിൽ കാണുന്നുണ്ടായിരുന്നു. ഒരു കുത്തനൊരു കയറ്റം തന്നെ ആയിരുന്നു അത്. പിന്നെ ആ റൂം മേക്ക് ഓവറും കൂടെ വന്നപ്പോൾ എക്സ്ട്രാ അതിൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ലാണ്ട് തന്നെ എൻഗേജിങ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു വ്യൂസ് കിട്ടും. എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആ ഒരു വീഡിയോ തന്നെ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട്.
സപ്പോർട്ട് ആൻഡ് ലവ്. ഞാൻ എല്ലാ കമൻസും എല്ലായിടത്തും വായിക്കാറുണ്ട്, എല്ലായിടത്തും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അനലിറ്റിക്സ് അനുസരിച്ച് എന്തൊക്കെയാണോ ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് ചൂസ് ചെയ്യാൻ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഇൻഷാല്ലാ നല്ല അടിപൊളി കോണ്ടന്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.